പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. കുറച്ച് നാളുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് എന്നേക്കുമായി തീരുമല്ല. പിന്നെ എല്ലാം പ്രിയങ്കയുടെ കണ്ടീഷനെ ആശ്രയിച്ചാണ് അമ്മേ ഇരിക്കുന്നത്. ഞാൻ എന്തൊരു സമാധാനത്തിലായിരുന്നു എന്ന് നിനക്കറിയോ? നീയും അച്ഛനും കണിമംഗലത്തേക്ക് തിരിച്ചു വരും, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കണിമംഗലത്തുകാർക്ക് മുഴുവൻ ബോധ്യമാകുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അമ്മേ. കുറ്റവാളിയല്ലാത്ത രീതിയിൽ അച്ഛനെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്നും എല്ലാവരോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്നും. പറഞ്ഞിട്ടെന്താ? എന്നിട്ടിപ്പോ പ്രിയങ്ക എവിടെ? പ്രിയങ്ക ട്രീറ്റ്മെന്റിലാണ്. ഏത് ഹോസ്പിറ്റലില്? അതിപ്പോ തൽക്കാലം ഞാൻ അമ്മയോട് പറയുന്നില്ല. അതാരും അറിയണ്ട. പ്രിയങ്ക സുഖമായിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ അതാരെങ്കിലും അറിയാൻ പാടുള്ളൂ. അമ്മ ഫോൺ വെച്ചോ. എടാ, ഞാൻ വിശ്രമിക്കാൻ തീരുമാനിച്ചിട്ടില്ല അമ്മേ. ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഞാൻ വരും. അച്ഛനും അമ്മയ്ക്കും എല്ലാം വല്ലാത്ത സങ്കടമായി പോയി. ഈ പ്രശ്നത്തിന്റെ പേരിൽ വല്ലാത്ത വേദന അനുഭവിച്ചവരല്ലേ അവര്. മുത്തശ്ശി, എനിക്കൊന്ന് പുറത്തു പോണം. പ്രിയങ്ക. എന്താ സാറേ? ഇല്ല, ഒന്നുമില്ല. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരേ. ഓ. എന്റെ പൊന്നെ, എന്തൊരു അഭിനയം അടിയത്! ആ ചെറുക്കന്റെ ഉള്ളു കലങ്ങിപ്പോയില്ലേ? സംഗതി അവരെന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നൊക്കെ ഉള്ളത് സത്യം തന്നെയാ. പക്ഷെ ഇവരുണ്ടല്ലോ, ഈ ചന്ദ്രശേഖരനും കുടുംബവും മാറി മറിഞ്ഞു എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനുള്ളതാ ഇപ്പൊ അനുഭവിക്കുന്നത്. അനുഭവിച്ച് തീർക്കട്ടെ എല്ലാവരും. അതെ, കോടതി മുറിയിൽ ഇന്ന് നീ കാണിച്ച വിദ്യയുണ്ടല്ലോ, അയ്യോ, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല മോളെ. ആ കോടതി കൂട്ടിലേക്ക് നീ നടന്നു കയറുമ്പോഴേ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്റെ ഈശ്വരാന്നും പറഞ്ഞ് ഞാൻ മുകളിലേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. അപ്പോഴല്ലേ വെള്ളടി വെട്ടിയതുപോലെ നിന്റെ ഒരു പ്രകടനം. പക്ഷേ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല മുത്തശ്ശി. അവളുണ്ടല്ലോ, ആ അഡ്വക്കേറ്റ് ആരതി വർമ്മ, ആളുകളുടെ നെഞ്ച് പൊളിച്ചെടുത്തും സത്യം പുറത്തു കൊണ്ടുവരാൻ ശേഷിയുള്ളവളാ. അവളെ സൂക്ഷിക്കണം. ആ, അതിന് നിനക്ക് നേർബോധം വീണാലല്ലേ ഇവരൊക്കെ നിന്നെ ചോദ്യം ചെയ്യൂ. തൽക്കാലം നീ അവിടെ കാണിച്ചതൊക്കെ തന്നെ തുടർന്നും കാണിച്ചാ മതി. ആ, എന്തായിരുന്നു മോളെ നീ കോടതിയിൽ പറഞ്ഞ പേര്? ആ, ഏതോ മല്ലി. വിഗ്രഹ കച്ചവടത്തിന് നടക്കുന്ന മല്ലി തന്നെ ആയിരുന്നാ മതി. കുറച്ചു കാലം നമുക്ക് എല്ലാവരെയും പറ്റിക്കാം. കേട്ടോടി മോളെ.